ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇതേപോലൊരു യൂണിഫോം എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ഫ്രോക്കിനുള്ള തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗമാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കണം. ഇറക്കം 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടുന്നു. അപ്പോൾ 11.5 ഇഞ്ച് ഇടും. എന്നിട്ട് നമ്മളത് അടയാളപ്പെടുത്തിയിട്ട് ഇത് വരയ്ക്കുന്നു. എന്നിട്ട് 4.5 ഇഞ്ച് ഷോൾഡർ എടുക്കുന്നു. താഴോട്ടും 4.5 ഇഞ്ച് എടുക്കുന്നു. അങ്ങനെ 4 കറക്റ്റാണോ എന്ന് നോക്കുന്നത്. എന്നിട്ട് നെഞ്ച് വണ്ണം 7 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുന്നു. എന്നിട്ട് നമ്മളത് വരച്ചെടുക്കുന്നു. ഇനി അതിൻ്റെ കറക്റ്റ് അളവ് വെച്ചിട്ട് ഷേപ്പ് വരച്ച് കൈക്കുഴി വരച്ചെടുക്കുന്നു. ഇനി നമുക്കതിൻ്റെ ഇടവണ്ണം താഴെ വണ്ണം 6 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുന്നു. എന്നിട്ട് നമ്മളത് തമ്മിൽ കൂട്ടി കഴിക്കും. എന്നിട്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം നോക്കാം. സ്ലീവിൻ്റെ ഇറക്കം 4 ഇഞ്ചാണ്. 4 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 4 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 5.5 ഇഞ്ച് എടുക്കുന്നു. എന്നിട്ട് നമ്മളവിടെ അടയാളപ്പെടുത്തുന്നു. ഇനി കൈക്കുഴി 6 ഇഞ്ചാണ്. താഴോട്ടൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്തി ഷേപ്പ് വരയ്ക്കും. കൈവണ്ണം എന്ന് പറയുന്നത് താഴെ വണ്ണം 4, താഴത്തെ വണ്ണം 4, 1.5 ഇഞ്ച് തോന്നിന് കൂട്ടി അതും അടയാളപ്പെടുത്തണം. എന്നിട്ട് കൈയും കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പാവാടയുടെ ഭാഗമാണ് യോക്ക്. അപ്പോൾ അത് നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇറക്കം 14 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൂടെ കൂട്ടുന്നു. വീതി എന്ന് പറയുന്നത് ആ യോക്കിൻ്റെ 3 ഇരട്ടിയാണ്. യോക്കിൻ്റെ ഇടവണ്ണത്തിൻ്റെ 3 ഇരട്ടി. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ടൈയും ആ കോളറും എല്ലാം വെട്ടിയെടുക്കാം. അപ്പോൾ ആ കോളർ വെട്ടിയെടുത്തു, ടൈയും വെട്ടിയെടുത്തു. ഇപ്പോൾ തയ്ച്ചെത്തിയപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത്